നമസ്കാരം. കഥാമൃതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗണപതി ഭഗവാൻ എങ്ങനെയാണ് വിഘ്നേശ്വരൻ എന്ന പേര് ലഭിച്ചതെന്ന് നോക്കാം. പണ്ട് നമ്മുടെ ഗണപതി ഭഗവാൻ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹം കൈലാസത്തിൽ നിന്നും ലോകസഞ്ചാരാർത്ഥം ഇറങ്ങി തിരിച്ചു. ഈ ലോകത്തിൽ ഇങ്ങനെ വന്ന് ജനങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് എല്ലാ ജനങ്ങൾക്കും ധാരാളം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ളതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഈ ദുഃഖങ്ങളൊക്കെ കണ്ട് ദുഃഖിതനായ അതിലൊക്കെ വിഷമം വന്ന അദ്ദേഹം തിരിച്ച് കൈലാസത്തിൽ എത്തിയിട്ട് ഭഗവാൻ ശ്രീ പരമേശ്വരനോട് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ലോകത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കഷ്ടതകൾ വരുന്നത്, അതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഇതിൽ കോപിതനായിട്ട് കുറച്ച് സിദ്ധികൾ പിതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് ഭൂമിയിലെത്തിയിട്ട് അദ്ദേഹം ആ സിദ്ധികൾ ഉപയോഗിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരംഭിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് സംഭവിച്ചത്, ആദ്യം ഭഗവാൻ വന്ന് കണ്ടിട്ട് പോയതിനേക്കാളും 10 ഇരട്ടിയായിട്ട് ഭൂമിയിലെ ജനങ്ങളുടെ ദുഃഖങ്ങൾ വർദ്ധിച്ചു. ഇത് കണ്ടിട്ട് തന്റെ സിദ്ധികൾ കൊണ്ട് പ്രയോജനമില്ല എന്ന് കണ്ട അദ്ദേഹം തിരിച്ച് കൈലാസത്തിലെത്തി. പിതാവിനോട് തന്റെ ദുഃഖങ്ങൾ, തന്റെ പ്രജകൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടതകൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പരമേശ്വരൻ പറഞ്ഞു, ഭൂമിയിലെ ജനങ്ങളുടെ കഷ്ടതകൾ അവരുടെ പൂർവ്വജന്മ കർമ്മഫലങ്ങളാണ്. അവ പരിഹരിക്കാൻ നമ്മളെ കൊണ്ടാവില്ല, പക്ഷേ അത് ലഘൂകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവാന് വിശേഷാൽ ചില സിദ്ധികളൊക്കെ കൊടുത്ത് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഇനിമേൽ നീ വിനായകൻ എന്ന പേരിൽ അറിയപ്പെടുകയും ഭൂമിയിലെ ജനങ്ങളുടെ കഷ്ടതകൾ മാറ്റിക്കൊടുത്ത് അവരുടെ ജീവിത വിജയത്തിന് അവരെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ഭൂമിയിലേക്ക് അയച്ചത്. ഭൂമിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി പ്രതിഷ്ഠയുണ്ടായതും ഭഗവാൻ വിഘ്നേശ്വരൻ, അതായത് വിഘ്നങ്ങളെ അകറ്റുന്നയാൾ എന്ന നിലയിൽ വിഘ്നേശ്വരൻ എന്ന പേരുണ്ടായതും അന്നു മുതൽക്കാണ്. അപ്പോ കഥാമൃതത്തിന്റെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ, കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.